ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഗോവയുടെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഈ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. എവിടെയെങ്കിലും താമസിക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു ഹാപ്പിനെസ് ആണ്. കാരണം ഒന്നിലധികം സാധനങ്ങളെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ബുഫേ പാസ്ട്രി ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ രീതിയൊന്നും ആയിരുന്നില്ല. എല്ലാ തരം ഐറ്റംസും ഉണ്ടായിരുന്നു. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഹോട്ടൽ ഏതാണെന്നും സ്പോട്ട് ഏതാണെന്നും മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റ് ഡേ വ്ളോഗ് കണ്ടാൽ മതി. ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് നോർത്ത് ഗോവയിലുള്ള ഒരു ടെമ്പിളിലേക്കാണ്. നോർത്ത് ഗോവയല്ല, കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീ മങ്കേശ്വർ ടെമ്പിൾ. അത് കുറച്ചൊരു പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയി നമ്മൾ തൊഴുതിട്ട്, ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗിലുണ്ട് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് കൂടുതൽ സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. എന്നിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചെറിയൊരു ടാറ്റു ഒക്കെ അടിച്ചു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ ഫുൾ ലെങ്ത് വ്ളോഗിലുണ്ട്. അവിടുന്ന് ഞങ്ങൾ ഒരു ചർച്ചിൽ പോയി. അവർ ലേഡി ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസംഷൻ ചർച്ചിൽ പോയെങ്കിലും ഉള്ളിലോട്ട് കയറാനായിട്ട് പറ്റിയില്ല. അത് സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് കാരണമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചർച്ചിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് പോകാനായിട്ട് അകത്തോട്ട് കയറിയില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ അഗോഡ ഫോർട്ടിലോട്ടാണ് പോയത്. ഇപ്പോൾ അഗോഡ ഫോർട്ട് നോർത്തിൽ ഒരു പ്രശസ്തമായ സ്ഥലമാണ്. പക്ഷേ യുവിയുടെ സ്റ്റേജിലൊക്കെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയൊക്കെ ആയിട്ടുള്ളതാണ്. പോകാൻ്റെ സ്ഥലം തന്നെയാണ്. പക്ഷേ യുവിക്ക് ഒരു പ്രശ്നം, അവൻ്റെയും ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് ചെറിയ രീതിയിലൊരു മുറിവ് പറ്റി. എന്നാലും ഞങ്ങൾ അടുത്ത് ബീച്ചിലോട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും മനസ്സ് കല്ലായിട്ടുള്ളവരാണോ എന്ന്. ആക്ച്വലി അവൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, കലാങ്കുട്ട ബീച്ചിലേക്ക്. അതുകൊണ്ട് അവൻ്റെ ആ ഒരു സങ്കടവും എല്ലാം മാറി നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് ഒരു മൂഡ് ചേഞ്ച്, ഒരു ഹാപ്പിനെസ്, അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും പറയുന്നത് പോലെ സോൾട്ടൊക്കെ ഇടുമ്പോൾ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതെന്ന് പറയുന്നത് സത്യമായിരിക്കാം. കാരണം ഗോവ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ആ ഒരു മുറിവ് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. നമ്മുടെ ഹോട്ടലിൽ തന്നെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. കാരണം നാളെ ചെക്കൗട്ടാണ്. മാക്സിമം ഒന്ന് ചുറ്റിയടിച്ച് കണ്ടിട്ട് അപ്പോൾ അടുത്ത ദിവസത്തെ വ്ളോഗിൽ ഒരു സർപ്രൈസിങ് ഒരു പ്ലേസ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വ്ളോഗ്. താങ്ക് യു.